പണ്ടൊക്കെ അമ്മയുള്ള സമയത്ത് അമ്മയ്ക്ക് അച്ചാറൊക്കെ ഇടാന്ന് പറഞ്ഞാൽ അതൊരു ലഹരി പോലെയാണ്. എന്ന് വെച്ചെങ്കിൽ എന്ത് കിട്ടിയാലും അച്ചാറിടാനായിട്ട് അമ്മ എല്ലാം അരിഞ്ഞുണ്ടാക്കി എല്ലാം അത് തയ്യാറാക്കി ഓരോ ബോട്ടിലുകളിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കും. മാങ്ങയുടെ കാര്യമാണെങ്കിൽ പറയാനില്ല. മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് മാങ്ങ അച്ചാർ അപ്പം തയ്യാറാക്കണം. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞുണ്ടാക്കി എത്ര വൈകിയാലും അതെല്ലാം ചെയ്തിട്ടാണ് അമ്മയ്ക്ക് എടുക്കുകയുള്ളൂ. അമ്മയ്ക്ക് അത് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ എല്ലാവരും അമ്മ ഉണ്ടാക്കിയതെടുത്ത് കഴിക്കുമ്പോഴും അതൊക്കെ തന്നെ അമ്മയ്ക്കൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നത്. ഇതൊക്കെ കണ്ട് നമ്മൾ വളർന്നതുകൊണ്ടാവാം എനിക്കും അങ്ങനെ തന്നെയാണ്. അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഒരു ഇഷ്ടമാണ് എപ്പോഴും. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അമ്മ ഉണ്ടാക്കി കണ്ട് പഠിച്ചിട്ടുള്ള പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുമുണ്ട്, ഉണ്ടാക്കാറുമുണ്ട്. ഒരുവിധ അച്ചാറൊക്കെ നല്ല രീതിയിൽ തന്നെ ടേസ്റ്റ് ആവാറുണ്ട്, മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ട്. അമ്മ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അന്നൊക്കെ വലിയ കൂട്ടുകുടുംബമൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് നല്ല നിറയെ അച്ചാർ വലിയ കുപ്പികളിലാക്കിയിട്ട് ആക്കി വയ്ക്കും. അപ്പോൾ അത് കുറച്ച് ദിവസം കൊണ്ടൊക്കെ തന്നെ തീരും. ചിലപ്പോൾ അച്ചാർ തന്നെ എടുത്ത് തന്നെ നമ്മൾ കഴിക്കും. അത് അങ്ങനെയൊക്കെയാണല്ലോ അന്നൊക്കെ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ എടുത്ത് വെറുതെ എടുത്ത് കഴിക്കും. അങ്ങനെയൊക്കെയാണ് അച്ചാർ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോഴേക്കും അടുത്ത അച്ചാർ ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും അമ്മ. അപ്പോൾ ഇന്നത്തെ അച്ചാറിന് വേണ്ടി നമ്മൾ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ 3 മാങ്ങ അരിഞ്ഞ് ഉപ്പ് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് വഴറ്റി അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവ, കടുക് പൊടിച്ചത് ചേർത്ത് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് അത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച മാങ്ങയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഇളക്കി മുളകൊക്കെ എല്ലായിടത്തേക്കും നന്നായി പിടിക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്ത് അച്ചാർ നമുക്ക് റെഡിയായി.